ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTTs അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന OTTs അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിലെ OTTsകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് അധികം ചിത്രങ്ങൾ ഈ ആഴ്ചയിൽ OTTsന് എത്തുന്നില്ല. അന്യഭാഷ ചിത്രങ്ങളാണ് ഈ ഒരാഴ്ചയിൽ OTTs ആയിട്ട് കൂടുതൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിനെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പട്ടാപ്പകൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കൃഷ്ണൻ ശങ്കർ, കിച്ചു ടെല്ലസ്, ജോണി ആന്റണി, സുബ്ദി കോപ്പ, രമേഷ് പിഷറടി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലോടുത്താന്ന ചിത്രമായിരുന്നു പട്ടാപ്പകൽ എന്ന് പറയുന്നത്. സത്യം പറയാനുള്ള പൊന്നു മക്കളെ, ഞാൻ ഫോണിൽ കണ്ടിട്ട് എനിക്ക് തലയ്ക്ക് വിരിവെട്ടി പടം കണ്ടിട്ട്. അപ്പോൾ ഈ ചിത്രം ഇപ്പോൾ സൈനാപ്ലയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ സൈനാപ്ലയിലൂടെ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെയും ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബഡ്ഡി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അല്ലു സരേഷ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലോടുത്താന്ന ചിത്രമായിരുന്നു ബഡ്ഡി എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2021 OTT റിലീസ് എത്തി തമിഴ് ഭാഷയിൽ OTT റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന ടെഡി എന്ന് പറയുന്ന ചിത്രത്തിന്റെ റീമേക്കാണ്. ആര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ടെഡി എന്ന് പറയുന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ബഡ്ഡി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പുരുഷോത്തം മുഡ്ഡു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ താജ് തരുൺ, പ്രകാശ് രാജ്, രമ്യ കൃഷ്ണൻ, ബ്രഹ്മാനന്ദം, മുരളി ശർമ്മ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറി എടുത്ത് വന്ന ചിത്രമായിരുന്നു പുരുഷോത്തമ മുഡ്ഡു എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആഹാ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ആഹാ പ്രൈമിലൂടെ ഈ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 29-ാം തീയതി തെലുങ്ക് ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മുർഷിദ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തനുജ് വിർവാണി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമാണ് മുർഷിദ് എന്ന് പറയുന്നത്. ചിത്രം C5 ഡയറക്റ്റ് OTT റിലീസിനെത്താണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 30-ാം തീയതി. ഹിന്ദി ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മറ്റുള്ള ഭാഷകളുടെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകർ ഒന്നടങ്കം എപ്പോഴും ചോദിച്ചിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു പവി കെയർ ടേക്കറിന്റെ OTT റിലീസ് എത്താണ്. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ OTT റിലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ദിലീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രാധിക ശരത്കുമാർ അതുപോലെ തന്നെ ജോണി ആന്റണി എന്നിവർ തകർത്ത് അഭിനയിച്ച ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ എന്ന് പറയുന്നത്. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ബോട്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ യോഗി ബാബു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ MS ഭാസ്കർ അതുപോലെ തന്നെ ഗൗരി കൃഷ്ണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് ചിത്രമായിരുന്നു. ഒരു ഡ്രാമ വിഭാഗത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ബോട്ട് എന്ന് പറയുന്നത്. തിയേറ്ററിലെ ചിത്രം എത്രത്തോളം വിജയം ഉണ്ടായിരുന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വലിയ അപ്ഡേറ്റ് എനിക്കില്ല. ഈ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി ടെൻഡാകോട്ട സിംപ്ലി സൗത്ത് ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രവി തേജ അതുപോലെ തന്നെ ജഗവതി ബാബു, ഭാഗ്യശ്രീ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നമ്മുടെ ഹിന്ദിയിലുള്ള റൈഡ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ അജയ് ദേവ്ഗൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള റൈഡ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ റീമേക്കാണ് മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്നത്. ചിത്രം ചിലപ്പോൾ മേ ബി ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലവൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന ഓണം പ്രീമിയർ ആയിട്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം 10-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സർഫിറ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്ഷയ് കുമാർ അതുപോലെ തന്നെ പരീഷ് റവ്വാൽ, R ശരത്കുമാർ അതുപോലെ തന്നെ രാധിക മദൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സർഫിറ എന്ന് പറയുന്നത്. ഈ ചിത്രം ഒരു ആക്ഷൻ ഒരു ഡ്രാമ വിഭാഗത്തിലോട്ട് തന്നൊരു ചിത്രമായിരുന്നു സർഫിറ എന്ന് പറയുന്നത്. നമ്മുടെ തമിഴ് ചിത്രമായിട്ടുള്ള സൂര്യ പൊട്ടൂറിന്റെ റീമേക്ക് ആയിരുന്നു സർഫിറ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ കാമിയോ റോളിൽ നമ്മുടെ സൂര്യയും കൂടി ഗസ്റ്റ് അപ്പിയറൻസ്
കളക്ഷൻസിൽ വരുന്നുണ്ട്. ചിത്രം ജൂലൈ മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 15-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തങ്കലാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചിയാൻ വിക്രം അതുപോലെ തന്നെ മാളവിക മേനോൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുന്ന ചിത്രമായിരുന്നു തങ്കലാൻ എന്ന് പറയുന്നത്. ഈ ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു ഭേദപ്പെട്ട ഒരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ചിത്രത്തിന്റെ റിലീസിന് മുമ്പേ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഇന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 15-ാം തീയതിയോ അത് കഴിഞ്ഞ് വരുന്ന ആഴ്ചയിലോ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ സലാം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു വിശാൽ, വിക്രാന്ത് അതുപോലെ തന്നെ കാമിയ റോളിൽ നമ്മുടെ രജനികാന്ത്, സൂപ്പർ സ്റ്റാർ രജനികാന്ത് കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. രജനികാന്തിന്റെ മകളായിട്ടുള്ള ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. തിയേറ്ററിലെ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ട് ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് നമ്മുടെ സൺനെസ്റ്റ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി സൺനെസ്റ്റിലൂടെ തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അഡിയോ അമിഗോസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്രദാതാറായി അഭിനയിച്ച് ഒരു മലയാള കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു അഡിയോ അമിഗോ എന്ന് പറയുന്ന ചിത്രം. തിയേറ്ററിലെ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓണം പ്രീമിയർ ആയിട്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം 15-ാം തീയതിയോടുകൂടിയിട്ട് ചിത്രം നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ ഗ്രേസ് ആന്റണി, സ്വാസിക വിജയ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു വിവേകാനന്ദൻ വൈറലാണെന്നുള്ളത്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഒരു കമൽ ചിത്രമായിരുന്നു വിവേകാനന്ദൻ വൈറലാണെന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കി C5 ആണെന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി സെപ്റ്റംബർ മാസം 6-ാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ 15-ാം തീയതി C5-ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ, സുധീർ രാമചന്ദ്രൻ, വിൻസി അലോഷ്യസ്, സർജിനോ ഖാലിദ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു. കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലും കൂടി എടുത്താവുന്ന ചിത്രമായിരുന്നു മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമാക്സ് ആണ്. എന്ന് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.